ജോർജ് കുട്ടീനെ ഓൻ്റെ ചെറുപ്പം തൊട്ടേ അറിയുന്നവനാ നമ്മള്. ഓനാളൊരു പാവാ, പച്ച പാവം. അയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഞാൻ ചോദിച്ചില്ല. നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഓ ഓ ഇക്കഴിഞ്ഞ 2-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി ജോർജ് കുട്ടി എത്ര പ്രാവശ്യം നിങ്ങളുടെ കടയിൽ വന്നു? സാധാരണഗതിയിൽ 2 നേരം വരാറ്. വൈകിട്ട് ചായ കുടിക്കാനും രാത്രിയിൽ അത്താഴത്തിനും. ചില ദിവസങ്ങളിൽ അത്താഴത്തിന് വരില്ല. അങ്ങനെ സ്ഥിരമായിട്ടൊരു കണക്കില്ല. ഈ മാസം 2-ാം തീയതി എത്ര തവണ വന്നു എന്നാണ് ചോദിച്ചത്. ഈ മാസം 2-ാം തീയതി 2 തവണ വന്നിട്ടുണ്ടാവും. ഇല്ല സാർ, എനിക്ക് തെറ്റി. ഈ മാസം 2-ാം തീയതി ജോർജ് കുട്ടി ഇവിടെ ഇല്ലായിരുന്നു. തോട്ടുപുഴയിലേതോ പള്ളിയിലെ ധ്യാനത്തിന് പോയതായിരുന്നു. ആദ്യം നിങ്ങൾ അതല്ലല്ലോ പറയാൻ വന്നത്. അല്ല സർ, പെട്ടെന്ന് ഓർമ്മ വന്നതാ. ഈ കഴിഞ്ഞ ദിവസം കൂടി ജോർജ് കുട്ടി ആ ധ്യാനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ജോർജ് കുട്ടി ധ്യാനത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? വളരെ നല്ല ധ്യാനമായിരുന്നു എന്ന് പറഞ്ഞു. പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞ കഥയൊക്കെ ഇവിടെ ഒന്ന് ഞങ്ങളോട് പറഞ്ഞു. എന്ത് കഥ? ശത്രുരാജ്യത്തെ സ്നേഹവും ക്ഷമയും കൊണ്ട് കീഴടക്കിയ ഒരു രാജാവിന്റെ കഥ. ധ്യാനത്തിന് പോയിട്ട് ജോർജ് കുട്ടി എപ്പോഴാണ് മടങ്ങി വന്നത്? പിറ്റേ ദിവസം. എത്ര മണിയായപ്പോ? അതെനിക്ക് അറിയില്ല സാർ. അന്ന് ഓഫീസിലേക്ക് വന്നില്ല. ധ്യാനത്തിന് പോയി വരുന്നതിനിടയ്ക്ക് നിന്നെ ഫോൺ വിളിക്കുകയോ മറ്റോ ചെയ്തോ? ആ, പോയെന്ന് രാവിലെ വിളിച്ചിരുന്നു. എത്ര മണിയായപ്പോ? ഒരു 9-നും 10-നും ഇടയ്ക്ക്. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഓർക്കുന്നത്? അത് 9 മണിക്കാണ് ഞാൻ ഓഫീസിൽ വരുന്നത്. അത് കഴിഞ്ഞ് അവിടേക്ക് അടിച്ചു വരും. ആ സമയത്താണ് കോൾ വന്നത്. ജോർജ് കുട്ടി എന്താ നിന്നോട് സംസാരിച്ച്? അന്നത്തെ കളക്ഷൻ ഓഫീസിൽ വെക്കണ്ട, വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇവരെ അറിയോ? അറിയും സാർ. ഇവർ ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു? ഒരു 4-5 ദിവസം മുമ്പ്. അതിനു മുമ്പ് അവരെന്നാ നിങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളത്? അതിനു മുമ്പ് ഈ മാസം 2-ാം തീയതി തോന്നുന്നു സാർ. അന്ന് അവർ എങ്ങോട്ട് പോവാന്നാ പറഞ്ഞത്? തൊടുപുഴയിൽ ഏതോ ധ്യാനം കൂടാൻ പോവാന്നാണ് പറഞ്ഞത്. ഇവരൊരു ദിവസം നിങ്ങളുടെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? സാർ. അവർ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണോ? അല്ല സാർ. പിന്നെ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് അവരെ ഓർത്തിരിക്കാൻ പറ്റുന്നത്? ഒരു ഡബിൾ റൂം വേണമായിരുന്നു. ഡബിൾ റൂമിന് 650 രൂപ ടാക്സുവാ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ടാക്സ് ഇല്ലാതെ മുറി തന്നിട്ടുണ്ട്. അന്ന് ബില്ലുണ്ടായിട്ടുണ്ടാവില്ല. ബില്ല് വേണ്ട. ഇത് ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലമാണോ? നമുക്ക് മറ്റൊരിടം നോക്കിക്കൂടെ? ഇവിടെ ഫാമിലിയൊക്കെ വന്ന് താമസിക്കാറുണ്ട് മാഡം. പിന്നെ അവരെ കൊണ്ട് ഈ മുറിയൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അവർ സമ്മതിച്ചത്. എന്നാണ് അവർ മുറിയെടുത്തതെന്ന് ഓർക്കുന്നുണ്ടോ? എന്താണെന്ന് ഓർക്കുന്നില്ല സാർ. എന്തിനാണ് അവർ തൊടുപുഴയിൽ വന്നതെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞതായി ഓർക്കുന്നില്ല സാർ. ഇവരുടെ രജിസ്റ്റർ ചെക്ക് ചെയ്തോ? ചെയ്തു മാഡം. ഇവർക്ക് 2 രജിസ്റ്റർ ഉണ്ട്. ഒന്നിൽ ജോർജ് കുട്ടിയുടെ പേരുണ്ട്. ആഗസ്റ്റ് 2-ാം തീയതി ചെക്ക് ഇൻ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 9:00 ചെക്കൗട്ട് ചെയ്തു. ഇതെന്താ 2 രജിസ്റ്റർ? നിന്റെ വായിൽ നാക്കില്ലേ? പറടാ. ബില്ല് വേണ്ടവർക്കും വേണ്ടാത്തവർക്കുമായി 2 രജിസ്റ്ററിലായിട്ടാണ് എഴുതുന്നത്. അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇത്ര ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾ ഇവരെ മാത്രം കൃത്യമായി ഓർത്തിരിക്കാൻ കാരണം? നല്ല കസ്റ്റമേഴ്സിനെ അങ്ങനെ മറക്കാൻ പറ്റുമോ സർ? താങ്കളാണോ ഈ ഹോട്ടലിൻ്റെ ഉടമ? അതെ. എന്താ ചോദിച്ചേ? ഈ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ ഇത്ര നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല. ഈ ടൗണിലെ ഏറ്റവും നല്ല ഭക്ഷണം ഞങ്ങളുടേതാണ് സർ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത്ര നല്ല വൃത്തിയും സർവീസും ഉള്ള ഹോട്ടൽ ഞാൻ കണ്ടിട്ടില്ല. സാറെന്ത് ചെയ്യുന്നു? എനിക്ക് ചെറിയ ബിസിനസ്സാ, ഇത്തിരി കൃഷിയുണ്ട്. ബിരിയാണി സൂപ്പർ ആയിരുന്നു അങ്കിൾ. ആണോ? താങ്ക് യു. എന്താ മോളുടെ പേര്? അനു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 6. തൊടുപുഴയ്ക്ക് എന്താ ഷോപ്പിങ്ങിന് വന്നാ? ഇന്നലെ പാറേപ്പള്ളിയിൽ ഒരു ധ്യാനം ഉണ്ടായിരുന്നു, അതിന് വന്നാ. പോട്ടെ. ശരി. ഒരു കസ്റ്റമറെ ഓർത്തിരിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ അയാൾ ഏത് ദിവസം വന്നു, എന്തിനു വന്നു എന്ന് ഓർത്തിരിക്കണമെങ്കിൽ അതൊരു സാധാരണ ഓർമ്മശക്തിയല്ലല്ലോ. അയ്യോ, അത് അയാളെന്നോട് പറഞ്ഞുകൊണ്ട് ഓർത്തിരുന്നത് സാറേ. ഒരു ബിസിനസ്സുകാരൻ നല്ലൊരു കസ്റ്റമർ ഓർത്ത്. നിങ്ങൾ പോയി പുറത്തേക്ക്. എന്തുവാടോ ഇത്? 2-3 തീയതികളിൽ അയാളും കുടുംബവും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ ഇവരൊക്കെ അയാളെ തൊടുപുഴയിൽ വെച്ച് കണ്ടു? അതാണ് മാഡം എന്നെയും കുഴപ്പിക്കുന്നത്. ഇതാ അവര് പറയുന്നതൊക്കെ ചിലപ്പോൾ സത്യമായിരിക്കും. എന്റെ സംശയം ഇയാൾ കള്ളം പറയുന്നതാണോ എന്നാ. അല്ല സർ, ഞാൻ കള്ളം പറഞ്ഞല്ല. ഞാൻ അന്ന് കണ്ടത് ജോർജ് കുട്ടിയെ തന്നെയാ. അല്ലെന്ന് തെളിഞ്ഞാൽ ഞാൻ ഈ ജോലി രാജിവെക്കാൻ തയ്യാറാ. ധ്യാനം നടത്തിയിരുന്ന ഫാദറിനെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? അദ്ദേഹം മുംബൈയിലായിരുന്നു. ഇന്ന് എത്തിയിട്ടുണ്ടാവും. കോളം മാഡം പറഞ്ഞത് വെച്ച് നോക്കിയാൽ അയാൾ ആ ധ്യാനം കൂടിയിട്ടുണ്ട്. അല്ലാതെ അയാൾക്ക്
കാരണം ആ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞ കഥകളും കാര്യങ്ങളും ഞാൻ മറ്റൊരിടത്തും പറഞ്ഞിട്ടില്ല. ചിലപ്പോ ധ്യാനത്തിൽ പങ്കെടുത്ത മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്താണെങ്കിലോ? ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടെണ്ണം. അച്ഛനും അനു എവിടെ? ഇതാണ് ഡിജിറ്റൽ പ്രൊജക്ടർ. നാട്ടിലൊരു തിയേറ്റർ തുടങ്ങിയാലോ എന്നൊരു ആലോചനയുണ്ട്. വളരെ നല്ലതാ. കാരണം ഇനി അങ്ങോട്ട് ഡിജിറ്റൽ സിനിമയുടെ കാലമാണ്. മാത്രമല്ല ഇതിന് മെയിൻ്റെനൻസ് ചെലവ് വളരെ കുറവാ. അച്ഛാ, എൻ്റെ കുടുംബം. അവരെന്നാണ് വന്നതെന്ന് ഓർക്കുന്നുണ്ടോ? ഈ മാസം 3-ാം തീയതി തോന്നുന്നു. താൻ എങ്ങനെ ഈ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത്? പ്രൊജക്ടർ റൂമിലിരുന്ന് അയാളുടെ സിനിമ കണ്ടത്. തലേ ദിവസം ഏതോ ധ്യാനത്തിന് പോയതും ഏതോ ലോഡ്ജിൽ താമസിച്ചതിനെ പറ്റിയൊക്കെ സംസാരത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു. ഇറങ്ങി പോടോ. ഗീത, ഇങ്ങ് വാ. നമ്മുടെ മോൻ. അവനൊന്നും സംഭവിക്കില്ല. നമ്മൾ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും. പക്ഷേ നീ തളരരുത് ഗീത. ഗീത, നമ്മുടെ അന്വേഷണം ശരിയായ രീതിയിലാണോ നീങ്ങുന്നത്? പക്ഷേ ഇതുവരെയായിട്ടും നമുക്ക് അനുകൂലമായിട്ട് ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. എല്ലാ തെളിവുകളും അവർക്ക് അനുകൂലമാണ് താനും. സി പ്രഭ, തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അയാൾ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും കള്ളം പറയുന്നുണ്ടോ എന്ന് ഞങ്ങൾ പോലീസുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബിക്കോസ് വി ട്രെയിൻ ഫോർ ദാറ്റ്. ഇവിടെ തെളിവുകളെല്ലാം അയാൾക്ക് അനുകൂലമായിരിക്കും. ബട്ട് ഹീ ഈസ് ലയിങ്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഒരുപക്ഷെ സ്വന്തം മകന്റെ തിരോധാനം അന്വേഷിക്കുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥയാവും. അല്ലെങ്കിൽ ഐ അണ്ടർ എസ്റ്റിമേറ്റഡ് ഹിം. വെറും 4-ാം ക്ലാസ്സുകാരൻ നാട്ടുംപുറത്തുകാരന്റെ ബുദ്ധി അല്ല അയാൾക്കുള്ളത്.